വാവേലിക്കെട്ട് വിവാദത്തിൽ മറുപടിയുമായി കൊട്ടിയൂർ ദേവസ്വം ആചാരലംഘനങ്ങളെയും കടന്നുകയറ്റത്തെയും ശക്തമായി എതിർക്കും. ചിലർ ബോധപൂർവമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായും ദേവസ്വം കുറ്റപ്പെടുത്തി. അടിസ്ഥാനരഹിതമായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൊട്ടിയൂർ ദേവസ്വം വ്യക്തമാക്കി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം 2026 നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വാവലിക്കെട്ട് എന്ന് പറഞ്ഞ് ഒരു മുസ്ലിം സമുദായത്തിന് അതിൽ അധികാരമുണ്ടെന്നും പാറപ്പുറം തറവാട്ടുകാർക്ക് വാവലിക്കെട്ട് മുന്നേ നടത്തി വരുന്നുണ്ടോ എന്നുള്ള ഒരു ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു വ്യാഖ്യാനം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്നത് ദേവസ്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഒരു ചടങ്ങ് നിലവിലില്ലാത്ത ഒരു ചടങ്ങാണ്. ഇങ്ങനെയൊരു മുസ്ലിം സമുദായത്തിന് കൊട്ടിയൂർ ദേവസ്വത്തിന്റെ യാതൊരു ചടങ്ങിലും ഒരു പ്രാധാന്യവുമില്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. അങ്ങനെയിരിക്കെ ദുരുദ്ദേശപരമായി ഈ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ മഹിമ താഴ്ത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനെതിരെ നിയമപരമായ നടപടികൾ ദേവസ്വം സ്വീകരിക്കുന്നതാണ്. അദ്ദേഹം കർണാടകയിലുള്ള ഒരു മന്ത്രി ലെവലിലുള്ള ഒരു മിനിസ്റ്റർ ലെവലിലുള്ള ഒരു അധികാരിയാണ് എന്നാണ് അവിടെ വന്നപ്പോൾ മനസ്സിലായത്. അദ്ദേഹത്തെ സ്വീകരിച്ചത് പോലീസാണ്. പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം വന്നത്. ദേവസ്വത്തിന്റെ യാതൊരു പ്രതിനിധികളും അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല. അന്നത്തെ ദിവസം അദ്ദേഹം നീരെഴുന്നള്ളത്ത് എന്നുള്ള ഒരു ചടങ്ങ് നടക്കുന്ന ഒരു ദിവസം 2 പേര് കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ അടുത്ത് വന്നിരുന്നു. അത് സത്യമാണ്. അദ്ദേഹം വന്നത് എന്തിനാണ് എന്നുള്ള കാര്യം മറച്ചുവെച്ചുകൊണ്ട് ഒരു മനഃപൂർവ്വം ഒരു ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവർ നമ്മുടെ പുഴയിൽ പോവുകയും ആ പുഴയിൽ 2 കല്ലെടുത്ത് വെക്കുകയാണ് ചെയ്തത്. ആ 2 കല്ലെടുത്ത് വെച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. അങ്ങനെ 3-4 പേര് വീഡിയോ അത് പകർത്തി സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച് ഇത് ചടങ്ങാണ് എന്നും മുസ്ലിം സമുദായത്തിന് ശബരിമലയിലെ വാവര് പള്ളിയുള്ളതുപോലെ കൊട്ടിയൂർ അമ്പലത്തിൽ വാവലിക്കെട്ട് ചടങ്ങുണ്ട് എന്ന് ഉള്ള രീതിയിലുള്ള വ്യാഖ്യാനം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ദേവസ്വത്തിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇത് ദേവസ്വത്തിന്റെ നിലപാടല്ല. ഇതിനു വേണ്ടി കമ്മ്യൂണലായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയത് ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിങ്ങളുമല്ല, അത് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വ്യാജമായ ആളുകൾ വന്ന് വ്യാജമായ ചടങ്ങുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നാൽ അതിനെ ദേവസ്വം പ്രതിരോധിക്കും. യാതൊരു സംശയമില്ല. ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ്. ഹിന്ദു ആചാരങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാവും. ദേവസ്വം നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇത്തരം വ്യാജന്മാരായിട്ടുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് ഖേദകരമാണ്. ഇത് ക്ഷേത്രത്തെ തകർക്കാനുള്ള ഒരു നടപടിയായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഹിന്ദു ജനത മനസ്സിലാക്കും. ഇനി ആ വ്യക്തികൾ ഈ കൊട്ടിയൂരിന്റെ മണ്ണിൽ കാലുകുത്താതെ നോക്കാൻ ദേവസ്വത്തിനും ഇവിടുത്തെ ഹിന്ദു ജനതക്കും അറിയാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൊട്ടിയൂർ ഉത്സവത്തെ സംബന്ധിച്ചുള്ള വാവലിക്കെട്ട് എന്ന് പറഞ്ഞൊരു വിവാദം ഇപ്പോ ഇവിടെ നിന്ന് കത്തുകയാണ്. യാതൊരു വസ്തുവില്ലാത്ത ഒരു കാര്യമാണത്. ഇപ്പോൾ വാവലിക്കെട്ട്, ഈ ബണ്ട് കെട്ട്, അത് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കരാറ്, ടെൻഡർ ഇത് കൊടുക്കലാണ്. അല്ലാതെ അങ്ങനെ ഒരാൾ വന്നിട്ട് ഇവിടെ കെട്ടലോ ഒന്നുമില്ല. എനിക്ക് 80 വയസ്സായി. ഈ വയസ്സിലിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം കടന്നതായിട്ട് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാനും എന്തോ ദുരുദ്ദേശപരമായിട്ടാണ് ഇവിടെ കടന്നുകൂടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ വിവാദം എന്നാണ് എനിക്ക് മനസ്സിലായത്. ചില ആൾക്കാരൊക്കെ അവർ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ചില ആൾക്ക് സ്വാധീനിക്കാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇവിടെ യാതൊരു അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. ദേവസ്വം അദ്ദേഹം വന്ന് അവിടെ നിന്ന് ഈ സുബ്രഹ്മണ്യ മാഷ് എന്ന് പറഞ്ഞ ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇതിനെപ്പറ്റിയല്ല, വേറെ ഒരു കാര്യങ്ങളെ പറ്റി. അതിന്റെ പുറകുവശത്തെ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തെ സംസാരിക്കുകയോ ഒരക്ഷരം മിണ്ടുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വരവ് ദുരുദ്ദേശപരമായിരുന്നു എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. ആദ്യം മനസ്സിലായിട്ടില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളോട് സംസാരിക്കുമ്പോൾ അതിൽ ദുരുദ്ദേശം ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ.
അദ്ദേഹം അതിന്റെ ദുരുദ്ദേശപരമായിട്ട് വന്നതുകൊണ്ടാണ് ഇതിന്റെ പല വീഡിയോ എടുത്തിട്ടാണ് പോയി. അയാൾ എന്തോ പ്രാർത്ഥന നടത്തിയിരുന്നു, ആ പ്രാർത്ഥനയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സതുദ്ദേശമല്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥന നടത്തുന്നുണ്ട്, അവരൊന്നും വീഡിയോ എടുക്കുന്നില്ലല്ലോ. ഇദ്ദേഹം വീഡിയോ എടുത്ത് എന്തുകൊണ്ടാണ് പ്രാർത്ഥനന്റെ? അപ്പോൾ ദുരുദ്ദേശപ്പെടുത്തുകൊണ്ട് ഒരാൾ വരുമ്പോൾ തന്നെ നമ്മളയാൾ ദുരുദ്ദേശപ്രതിതാന്ന് വിചാരിക്കാൻ യാതൊരു സാധ്യതയില്ലല്ലോ. പിന്നീടാണ് നമുക്കത് മനസ്സിലായത്. അത് പ്രതീകാത്മകമായിട്ട് ഭാവിയിൽ കല്ലിടുവോ എന്തോ ചെയ്തു, ഭാവിയിൽ വെള്ളം പോലും ഇല്ല, അവിടെ കല്ലിടുവോ എന്തോ ചെയ്തു എന്നാ പറഞ്ഞ് അതിന്റെയും വീഡിയോ എടുത്തിരിക്കുന്നു, അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതൊക്കെ അടിസ്ഥാനം, അദ്ദേഹത്തിന്റെ അടിസ്ഥാനം ഇല്ലാന്ന് മാത്രമല്ല, അയാളെ പ്രവൃത്തി മുഴുവനും ദുരുദ്ദേശപ്രേരിതമാണ്. കൊട്ടൂരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചാൽ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. പിന്നെ പല ആൾക്കാർക്കും പല ഉദ്ദേശമാണ്, എല്ലാവർക്കും ഒരു ഉദ്ദേശമല്ലല്ലോ. അദ്ദേഹം അങ്ങന്ന് ഇവിടത്തേക്ക് വന്ന് അദ്ദേഹത്തിന്റെ കുടുംബയോഗം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ എവിടെയോ വായിച്ചു. അപ്പോ ആ കുടുംബത്തിന് മൊത്തം ഈ ദുരുദ്ദേശമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഒന്നും ഇവിടെ ഇതിനു മുമ്പ് എത്രയോ വർഷമായിട്ട് ഞാൻ ഇന്ന് വരെ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിന് ഒരു പൊടുന്നനെ ഒരാൾ ഇവിടെ ഇങ്ങനെ വരണമെങ്കിൽ എന്താ കാര്യങ്ങൾ? അപ്പൊ എന്തോ ദുരുദ്ദേശമാണ്. ഇനിയിപ്പം കൊട്ടൂർ ദേവസ്ഥന്റെ ഭൂമിയെല്ലാം വഖഫ് ബോർഡാണ് ഭൂമിയാണെന്ന് നാളെ പറഞ്ഞുകൂടായില്ല, അതും അയാൾ പറയും. അപ്പൊ അതൊന്നും നമ്മൾ സൂക്ഷിക്കണം. അയാള് ശരിയായ മാർഗത്തിലല്ല അവിടെ വന്നിട്ടുള്ളത്. വെറും ദുരുദ്ദേശപരവും ഒരു ആരല്ലോ ചെറിയ ആൾക്കാരൊക്കെ ഇതിന്റെ പുറകിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കർണാടക ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി അന്ന് അയാൾ വരുമ്പോൾ നമ്മളെ അയാളെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഒരു കൊട്ടൂർ ദേവസ്ഥന്റെ വന്ന് ഉത്സവം തുടങ്ങുന്നതിന് മുന്നിൽ അക്കരെയാണ് വരുന്നത്. അയാള് വരുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് അയാൾ ഇത് ഫേസ്ബുക്കിലും മറ്റും കൊടുക്കുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്.